CPI സ്ഥാനാർത്ഥികളിൽ ധാരണയായി. CPI സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നേതൃതലത്തിൽ ഒരു ഏകദേശ ധാരണയായി. തിരുവനന്തപുരത്ത് മുതിർന്ന നേതാവ് പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുവാനാണ് ധാരണയെന്ന് CPI നേതാക്കൾ പറയുന്നു. വേറെ കൊള്ളാവുന്ന ഒരാൾ പോലുമില്ലെന്നതാണ് യാഥാർത്ഥ്യം. ഇനി പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് താൻ ഇല്ല എന്ന് പന്ന്യൻ പറയുന്നുണ്ടെങ്കിലും വേറെ യാതൊരു പോംവഴിയും ഇല്ലാത്ത അവസ്ഥയിലാണ് പാർട്ടി. ജില്ലാ കമ്മിറ്റിക്കും പന്ന്യൻ മത്സരിക്കുന്നതിനോടാണ് താല്പര്യം. മുതിർന്ന നേതാക്കൾ സംസാരിച്ചതോടെ അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടാകുമെന്ന് നേതാക്കൾ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി ചർച്ചകൾക്കായി CPI എക്സിക്യൂട്ടീവ് ഇന്ന് ചേരും. നാളെ ജില്ലാ കമ്മിറ്റികൾ ചേർന്ന് പട്ടികയ്ക്ക് അംഗീകാരം നൽകും. CPI നിലവിലുള്ള ആരെ നിർത്തിയാലും അത് തരൂരിന് നേട്ടമേ ഉണ്ടാവൂ. മാവേലിക്കരയിൽ ആരുമറിയാത്ത യുവനേതാവ് CA അരുൺകുമാറിനെയും തൃശൂരിൽ മുൻമന്ത്രി VS സുനിൽകുമാറിനുമാണ് സാധ്യത. മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷ് ജയിക്കണമെങ്കിൽ ഇതുപോലൊരു ഡമ്മിയെ ഇറക്കുമെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ആനി രാജയുടെ മകൾ അപരാജിത രാജയായിരുന്നു എങ്കിൽ കൊടിക്കുന്നിലിനെ തറപറ്റിക്കുവാൻ പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിയായിരുന്നു. തൃശൂരിൽ മുൻമന്ത്രി VS സുനിൽകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് വളരെയേറെ ഗുണം ചെയ്യും. കാരണം തൃശൂരിൽ സുരേഷ് ഗോപിക്ക് വളരെ അനുകൂലമായ ഒരു തരംഗമാണ് നിലവിലുള്ളത്. നിലവിൽ വയനാട്ടിൽ മാത്രമാണ് ചർച്ചകൾ തുടരുന്നത്. ആനി രാജയുടെ പേരിനാണ് ചർച്ചകളിൽ മുൻതൂക്കം. സംസ്ഥാനത്തെ ഒരു വിഭാഗം നേതാക്കൾക്ക് ആനി രാജ മത്സരിക്കുന്നതിനോട് താല്പര്യമില്ല. കാരണം തലയിൽ അല്പം ആളുതാമസമുള്ളവരെ ഇവിടെയുള്ളവർക്ക് പിടിക്കില്ല. കാനം രാജേന്ദ്രൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പല വിഷയങ്ങളിലും ആനി രാജയുടെ പ്രതികരണത്തിനെതിരെ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. ബിനോയ് വിശ്വം സെക്രട്ടറി ആയതോടെ പാർട്ടിയിലുണ്ടായ മാറ്റങ്ങൾ സീറ്റ് ചർച്ചകളിലും പ്രതിഫലിക്കും. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മുന്നിലുള്ളത് പന്ന്യൻ രവീന്ദ്രന്റെ പേര് മാത്രമാണ്. പുതിയ ആരെയും കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് കറങ്ങിത്തിരിഞ്ഞ് ഒടുവിൽ പന്ന്യൻ രവീന്ദ്രന്റെ പേര് ചർച്ചകളിലേക്ക് വീണ്ടും വന്നത്. തിരുവനന്തപുരം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നിർണയം പാർട്ടിക്കെന്നും തലവേദനയാണ്. കഴിഞ്ഞ തവണ പുതിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് വീണ്ടും മുൻമന്ത്രി C ദിവാകരനെ മത്സരിപ്പിച്ചത്. ദിവാകരൻ 3ാം സ്ഥാനത്തായി ദയനീയമായി തോറ്റു. 2014 കോഴ വാങ്ങി ഇടതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തീവെട്ടി ബെനറ്റ് എബ്രഹാമിനെ മത്സരിപ്പിച്ചെങ്കിലും 3ാം സ്ഥാനമാണ് ലഭിച്ചത്. ബെനറ്റിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പാർട്ടിയിൽ വലിയ വിവാദങ്ങളുണ്ടായി. കോഴ വാങ്ങിയാണ് സീറ്റ് നൽകിയതെന്ന കണ്ടെത്തലിനെ തുടർന്ന് അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന R രാമേന്ദ്രൻ നായർ, വെഞ്ഞാറമൂട് ശശി എന്നിവർ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തായി. C ദിവാകരനെതിരെയുള്ള നടപടി താക്കീതിലൊതുങ്ങി. ആരും ചിരിക്കത്തില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. 2009 കൈവിട്ടുപോയ മണ്ഡലം പന്ന്യനിലൂടെ തിരിച്ചുപിടിക്കാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.